പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ അതെല്ലാം ഏറ്റെടുക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നാം സ്വീകരിച്ചിരിക്കുന്നത് ഈശോയെയാണ്. ഈശോ നമ്മുടെ ദൈവമാണ്. അവിടുത്തേക്ക് നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആകുലതകളും എല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും. സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. കൊളോസോസ് 2:6 ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, നാം ഈശോയിലാണ് ജീവിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈശോനാഥ, അങ്ങയുടെ മക്കളിതാ അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഞങ്ങൾ അങ്ങയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഈ ഭൂമിയിലെ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയം വയ്ക്കുമ്പോൾ ഞങ്ങൾ വേദനിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങൾ പാപത്തിൽ വീണുപോയി. ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനായി അങ്ങ് അങ്ങേ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അവിടുത്തെ ദ്രോഹിച്ചു. ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളിപ്പോൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ. ഈശോനാഥ, ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗാവസ്ഥകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കണ്ണീരോടെയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ഈ ലോകത്ത് വ്യാപിച്ചു വരുന്ന എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും പനിയുടെ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാം ഞങ്ങളെ വിടുവിക്കണമേ. വിട്ടുമാറാത്ത തലവേദനയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ആ മക്കളുടെ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവാഹം നടത്താൻ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ മക്കളുടെ എല്ലാവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയിൽ ഉയർച്ചയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഉയർന്ന സ്ഥാനത്ത് ആ മക്കളെ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ആ നാട്ടിലെത്തുവാൻ തക്കവിധമുള്ള എല്ലാ വഴിവാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ ചതികളിൽ അകപ്പെട്ട് സാമ്പത്തിക നഷ്ടം വന്ന് കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ആശ്രയം അമ്മ മാത്രമാണ്. അവരുടെ കണ്ണുനീരുകളും വേദനകളും കണ്ട് അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ മക്കളുടെ ബിസിനസിന്റെ മേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. അവരുടെ ജീവിതത്തെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വസ്തുതർക്കങ്ങൾ മൂലം സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവൽ നിൽക്കണമേ.
അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം അമ്മ കൂടെ ഇരിക്കണമേ. നല്ലതും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണമേ. ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തെ സ്വന്തമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെ മക്കളെയും അമ്മ ഒരുക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആകുലതകളെ മനസ്സിലാക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈശോനാഥ, കണ്ണീരോടെ ഈ പൂഴിയിലിരുന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങൾ ആഴിയിൽ വീണു പോകാതിരിപ്പാൻ അങ്ങയുടെ വലതുകരത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്. എങ്കിലും അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. മക്കളുടെ തെറ്റുകൾ മനസ്സിലാക്കി പുറത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ചേർക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ. ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ആകുലതകളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളുടെ എല്ലാ ജീവിതങ്ങളെയും ഏറ്റെടുക്കണമേ. ആ മക്കളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയവേദനകൾ അറിഞ്ഞ് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.